പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. ഇന്ന് സംസാരിക്കുന്നത് പിതാവായ ദൈവം യഹോവയാണോ, പുത്രനായ ദൈവം യഹോവയാണോ, പരിശുദ്ധാത്മാവായ ദൈവം യഹോവയാണോ എന്നതിനെ പറ്റിയാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്, എങ്കിലും ലളിതവുമാണ്. ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ കണ്ടു. പെന്തക്കോസ്തുകാരുടെയാണ്. ഒരു 1-2 ആഴ്ച മുമ്പ്, 2 ആഴ്ച ആയില്ല, വേറൊരു വീഡിയോ ഉണ്ട്. അവിടെയും അവർ പറയുന്നത് പിതാവാം ദൈവം യഹോവയാണ്, പുത്രനാം ദൈവം യഹോവയാണ്, പരിശുദ്ധാത്മാവാം ദൈവം യഹോവയാണ്. തൃത്വത്തെ പറ്റി ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഫറവോനോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് മോശ ചോദിക്കുകയാണ്. മോശയെ വിളിച്ചത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിന്റെ പേര് എന്താണെന്നാണ് ഫറവോ ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയണം? അപ്പോൾ യഹോവ പറഞ്ഞു, അത് പുറപ്പാട് 3:14 ഉണ്ട്. അതിനവൻ പറഞ്ഞത്, ആഹിയാഹ് ആശാറാഹിയാഹ്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയുക, ആഹിയാഹ് എന്നെ നിങ്ങളുടെ പക്കൽ അയച്ചിരിക്കുന്നു. ആഹിയാഹ് എന്നെ നിങ്ങളുടെ പക്കൽ അയച്ചിരിക്കുന്നു. എന്നേക്കും എൻ്റെ നാമം ഇതാണ്. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് വായിച്ചത്. ദൈവമായ യഹോവ സത്യവേദ പുസ്തകത്തിൽ അതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പൈശീത്തോ സൂര്യാരിയിൽ നിന്നും വന്യ കണിയാമ്പറമ്പിൽ കുര്യൻ ഓറോപ്പിസ്കോപ്പച്ചൻ അത് വിവർത്തനം ചെയ്തപ്പോൾ യഹോവ എന്നുള്ളതിന് പകരം ദൈവമായ കർത്താവ് എന്നാണ് ചേർത്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ യഹോവ എന്നാണ് എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇത് എന്നേക്കുമുള്ള എൻ്റെ നാമമാകും. അവിടെ എൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നു, ബഹുവചനത്തിലല്ലാതെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1:26 വായിക്കുമ്പോൾ നമ്മുടെ രൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം. നമ്മുടെ രൂപത്തിൽ, എൻ്റെ രൂപത്തിൽ എന്നല്ല പറയുന്നത്, നമ്മുടെ രൂപത്തിൽ. അപ്പോൾ യഹോവ എന്നുള്ളത് പിതാവിൻ്റെ നാമം മാത്രമാണ്. അത് പുത്രനോ പരിശുദ്ധാത്മാവിനോ ഉപയോഗിക്കുവാൻ പാടില്ല. ഇത് എന്നേക്കുമുള്ള എൻ്റെ നാമം, എന്നേക്കും. യഹോവ എന്നുള്ളതിന് കർത്താവ് എന്ന് പറയാം, കുഴപ്പമില്ല. അത് ഇവിടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യഹോവ എന്നുള്ളത് പിതാവിൻ്റെ നാമം മാത്രമാണ്. വിശുദ്ധ തൃത്വത്തെപ്പറ്റി സമഗ്രമായി പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ പിന്നെയും ഉണ്ടാകുന്നത്. ഏക സാരാംശവും 3 ആളത്വവും അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പിതാക്കന്മാർ അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും ഏക സാരാംശം. സാരാംശം എന്ന് പറയുമ്പോൾ നിത്യത, സ്നേഹം, വിശുദ്ധി, പ്രായം തുടങ്ങി ദൈവത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും അടങ്ങുന്നു. പിതാവിൻ്റെ മകനാണ് പുത്രൻ, അല്ലെങ്കിൽ പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. അതുകൊണ്ട് പിതാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും പുത്രനും ഉണ്ട്.
പിതാവ് ദൈവമാണെങ്കിൽ പുത്രനും പൂർണ്ണ ദൈവമാണ്, ഒരു സംശയമില്ല. പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ് പരിശുദ്ധ റൂഹ. അതുകൊണ്ട് പിതാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും പരിശുദ്ധ റൂഹായ്ക്കുണ്ട്. പരിശുദ്ധ റൂഹായും പൂർണ്ണമായ ദൈവമാണ്. അപ്പോൾ പിതാവാൻ ദൈവം പൂർണ്ണ ദൈവമാണ്, പുത്രനാൻ ദൈവം പൂർണ്ണ ദൈവമാണ്, പരിശുദ്ധ റൂഹാൻ ദൈവം പൂർണ്ണ ദൈവമാണ്. എന്നാൽ പുത്രനെ പിതാവെന്ന് പറയില്ല, പരിശുദ്ധ റൂഹായെ പുത്രനെന്നും പറയില്ല, അല്ലെങ്കിൽ പിതാവെന്നും പറയില്ല. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും ഏക സാരാംശം, ചുരുക്കം പറഞ്ഞ ദൈവത്വം മൂന്ന് പേരുടെയും ഒന്നാണ്. പിതാവിൻ്റെ ദൈവത്വം തന്നെയാണ് പുത്രൻ്റെ, പിതാവിൻ്റെ ദൈവത്വം തന്നെയാണ് പരിശുദ്ധ റൂഹായുടെ, പുത്രൻ്റെ ദൈവത്വം തന്നെയാണ് പരിശുദ്ധ റൂഹായുടെ. ദൈവത്വത്തിൽ മാറ്റമില്ല, ഒന്ന് തന്നെ. സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവർ എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു. അങ്ങനെ ചിലർ സമത്വം എന്നൊക്കെ പറയുന്നുണ്ട്, തെറ്റാ, അങ്ങനെ പറയാൻ പാടില്ല. ഇനി ആളത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരാകിയ ഒരേ ആളത്വമല്ല. പിതാവിൻ്റെ ആളത്വം പിതൃത്വം, പുത്രൻ്റെ ആളത്വം പുത്രത്വം, പരിശുദ്ധ റൂഹായുടെ ആളത്വം പുറപ്പെടൽ. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, അതുകൊണ്ട് പിതാവ് എപ്പോഴും പിതൃത്വമുള്ളവനാണ്. പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് ആ പേരില്ല. പുത്രൻ പിതാവിനെ ജനിച്ചവനാണ്, അതുകൊണ്ട് പുത്രൻ്റെ ആ പിതൃത്വം, പുത്രത്വം പിതാവിനുമില്ല പരിശുദ്ധ റൂഹായ്ക്കില്ല, രണ്ടുപേർക്കും ഇല്ല. അത് പുത്രന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ റൂഹ പുറപ്പെടുന്നവനാണ് പിതാവിൽ നിന്ന്. അപ്പൊ പുറപ്പെടുന്നവൻ എന്ന ആ ആളത്വം പരിശുദ്ധ റൂഹായ്ക്ക് മാത്രമാണ്. അപ്പോൾ കർത്താവിന് ഞാനും പിതാവും ഒന്നാകുന്നു പറയുമ്പോൾ അവരുടെ ദൈവത്വം ഒന്നാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? പിതാവിനാണ് പിതൃത്വം ഉള്ളത്. ഞാൻ പിതാവിനെ ജനിച്ചവനാണ്, അതുകൊണ്ടാണ് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ, പിതൃത്വം പിതാവിനാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പേരുകളിൽ ഇങ്ങനെ വ്യത്യാസം വരില്ല. പിതാവിനെ പുത്രൻ എന്ന് പറയാൻ പറ്റില്ല, പിതാവിൻ്റെ പേര് പുത്രനാന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധ റൂഹായുടെ പേര് പിതാവിൻ്റെ പേരാണെന്ന് പറയാൻ പറ്റില്ല, പരിശുദ്ധ റൂഹ എന്ന് തന്നെയാണ്. ഇപ്പം മനുഷ്യാവതാരം ചെയ്തപ്പോൾ വചനത്തിന് യേശു എന്ന പേരിടാൻ പിതാവ് കൽപ്പിച്ചു. ആ യേശു എന്ന പേര് പിതാവിന് കൊടുക്കാൻ പറ്റുമോ? യേശു എന്ന പേര് പരിശുദ്ധ റൂഹായ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഒക്കെ പേരുകളാണ്. യഹോവ ഒരു പേരാണ്. എൻ്റെ നാമം എന്ന് തന്നെ ഡോക്ടറായിട്ട് പറയും. അത് പിതാവിന് മാത്രമുള്ള നാമമാണ്. ഇത് എന്നേക്കും എൻ്റെ നാമമാണ്, നമ്മുടേന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടേന്ന് പറഞ്ഞിട്ടില്ല. ആ കാര്യം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇപ്പം ഈ ആളത്വം എന്ന് പറയുന്നതാണ് ഈ ക്രൂമായ എന്ന് പറയുന്നത്. ക്രൂമ കൂടാതെ അവന് വേറെ നാമമില്ല എന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന് മാത്രമാണ് തൃത്വത്തിൻ്റെ, അല്ലെങ്കിൽ പിതാവിൻ്റെ നാമം പിതാവ്, പുത്രൻ്റെ നാമം പുത്രൻ, പരിശുദ്ധ റൂഹയുടെ നാമം പരിശുദ്ധ റൂഹ എന്ന് മാത്രമാണ് ധരിക്കരുത്. അത് കൂടാതെ അത് ഒഴിച്ച് വേറെ നാമം ഇല്ലയെന്ന് പറഞ്ഞു. അതിനോട് ചേർത്ത് വേറെ നാമമാകാം. പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന ആ നാമം, അല്ലെങ്കിൽ മൂന്ന് പേരുടെയും നാമങ്ങൾ മാറ്റി നിർത്തിയിട്ട് വേറെ ഒരു നാമവുമില്ല. അതാണ് കുനോമ കൂടാതെ അവന് വേറെ നാമമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ദൈവത്വവും ആളത്വവും മനസ്സിലായി കാണും വിചാരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും ഒരേ ദൈവത്വം, എന്നാൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും മൂന്നാളത്വം, ഏക സാരാംശവും മൂന്നാളത്വവും. പിതാവിൻ്റെ ആളത്വം പിതൃത്വം, പുത്രൻ്റെ ആളത്വം പുത്രത്വം, പരിശുദ്ധ റൂഹായുടെ ആളത്വം പുറപ്പെടൽ. അത് മനസ്സിലാക്കുമ്പോൾ ഈ സംശയങ്ങളൊക്കെ തീരും. പിന്നെ ഒരു പാസ്റ്ററല്ല, ഒന്ന് രണ്ട് പാസ്റ്റർമാർ പറയുന്നത്, യെശയ്യാവ് 50-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യത്തിൽ
ദൈവമായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ പിന്മാറിയില്ല, മത്സരിച്ചതുമില്ല. അടികൾക്കായി ഞാൻ എൻ്റെ ശരീരവും കന്നത്തടിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ എൻ്റെ മുഖം മറച്ചിട്ടുമില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചില്ല. ദൈവമായ കർത്താവ് എന്നുള്ളത് യഹോവയായ ദൈവം എന്ന് ചേർക്കാം. അവിടെ പുത്രനെ പറ്റി യഹോവ എന്ന് പറയുന്നുണ്ട് എന്നാണ് പലരുടെയും വ്യാഖ്യാനം. തെറ്റായ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. ദൈവമായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, എന്നെ സഹായിച്ചു, ഞാനതുകൊണ്ട് ലജ്ജിച്ചില്ല. അടികൊള്ളാരും തുപ്പലേക്കാരൊക്കെ ഞാൻ മനസ്സായിരുന്നു. അവിടെ പുത്രൻ തമ്പുരാനെ പറ്റി പറയുന്നു. അതുകൊണ്ട് യഹോവയാണ് പുത്രൻ, അല്ലെങ്കിൽ പുത്രൻ യഹോവയാണ് എന്നൊരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവിടെ പുത്രനെ പറ്റി തന്നെയാണ് പറയുന്നത്. പിന്നെ അവകാശന്മാർ പറയുന്ന വേറൊരു ഉദാഹരണം, വേറൊരു വാക്യം, സക്കറിയാ പുരോഹിതന്റെ പുസ്തകം 14:4 ഇങ്ങനെ, ഞാനത് വായിക്കാം. ആ ദിവസത്തിൽ അവൻ്റെ പാദം യെരൂശലേമിൻ്റെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല നടുക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ടായി പിളർന്ന് ഒരു വലിയ താഴ്വര ഉണ്ടാകും. അങ്ങനെ കുറേ വാക്യങ്ങളുണ്ട്. ആ ദിവസത്തിൽ അവൻ്റെ പാദം യെരൂശലേമിൻ്റെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. അവിടെ അവൻ്റെ പാദം എന്ന് പറയുന്നത് യഹോവയുടെ പാദം തന്നെയാണ്, അത് സംശയമില്ല. പക്ഷേ ആ ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ഓരോ ദിവസമാണ്. ഇവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ദിവസം ഒലിവ് മലയിൽ പാദം നിൽക്കുന്നത് അല്ലെങ്കിൽ ഒലിവ് മലയിൽ പാദം വയ്ക്കുന്നത് പുത്രൻ്റെ പാദമാണ്. അപ്പോൾ യഹോവ തന്നെയാണ് പുത്രൻ, അല്ലെങ്കിൽ പുത്രൻ തന്നെയാണ് യഹോവ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ മോഡലിസത്തിലേക്ക് പോകട്ടോ പല പ്രാവശ്യം. ആ ദിവസത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ഓരോ ദിവസം അവൻ്റെ പാദം യെരൂശലേമിൻ്റെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. അത് പിതാവിൻ്റെ പാദം തന്നെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത്, പുത്രൻ്റെ അല്ല. പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത് പുത്രൻ്റെ പാദമാണ്. കാരണം ആ ദിവസത്തിൽ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നത് പുത്രനാണല്ലോ. ഇവിടെ അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് പിതാവിൻ്റെ പാദം തന്നെയാണ്. പക്ഷെ പിതാവ് ഒരിക്കലെങ്കിലും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പറ. അബ്രഹാമിൻ്റെ അടുക്കൽ തൃത്വം ചെന്നത് 3 ദൈവപുരുഷന്മാരായിട്ടാണ്. വളരെ വ്യക്തമാണ്. യഹോവ സംസാരിച്ചു എന്നൊക്കെ പറയണ്ടെങ്കിലും അവിടെ യഹോവയുടെ ദൂതനാണ് സംസാരിച്ചിരിക്കുന്നത്, അംബാസഡർ. അപ്പോൾ ദൂതൻ പറയുന്നത് യഹോവ പറയുന്നത് തുല്യമാണ്. ഉൽപ്പത്തി 19 അധ്യായം വായിക്കുമ്പോൾ ലോത്ത് മറ്റവരെ ദൈവദൂതന്മാരെ എന്ന് പറയുന്നുണ്ട്, 2 ദൈവപുരുഷന്മാരെ. അതുപോലെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടിയിട്ട് മറിയാമനോട് പിതാവാ ദൈവം ഒന്നും പറഞ്ഞില്ല, ഗബ്രിയേൽ മാലാഖയെ അയച്ചു. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, ഞാൻ പറയുന്ന എൻ്റെ കാര്യമല്ല, എൻ്റെ വചനമല്ല, എൻ്റെ വാക്കല്ല, പിതാവിൻ്റെ വാക്കാണ് ഞാൻ പറയുന്നതാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്ന പോലെ ഇവിടെ പിതാവ് യഹോവയുടെ കാല് ഒലിവ് മലയിൽ നിൽക്കുമെന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ വരവ് ദിവസം യഹോവ മാലാഖയെ പറഞ്ഞുവിട്ട്, ദൂതനെ പറഞ്ഞുവിട്ട് അവൻ്റെ കാലാണ് ഈ ഒലിവ് മലയിൽ ചവിട്ടുന്നത്, അല്ലാതെ പുത്രൻ്റെ അല്ല. ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ടോ? തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, സ്വർഗം പ്രാപിച്ച കർത്താവ് വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും, എല്ലാവരെയും അവൻ്റെ പക്കലേക്ക് ആകർഷിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, തേജസ്കരിക്കപ്പെട്ട് ജീവനോടിരിക്കുന്നവർ തേജസ്കരിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു പോകുന്നു. എല്ലാവരും, ആബാലവൃദ്ധൻ ജനങ്ങൾ, എല്ലാ ജാതിയിലും പെട്ടവർ. അവിടെ വെച്ച് ന്യായവിധി ഉണ്ടാകും.
വലതും ഇടത്ത് ഭാഗത്തുള്ളവർക്ക് അവരവരുടേതായ അർഹിക്കുന്ന സ്വർഗമോ നരകമോ ലഭിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ദിവസമുള്ളൂ. തേജസ്കരിക്കപ്പെട്ട് സ്വർഗം പ്രാപിച്ച് കർത്താവ് പിന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് അവൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാലും ഒരെണ്ണം അവിടെ ഉണ്ടാവില്ല, ന്യായവിധിക്കാൻ ആരും ഉണ്ടാവില്ല, ഒക്കെ മരിച്ചു പോകും. അഗ്നിനാവുകൾ കൊണ്ട് പോലും വർണ്ണിക്കാൻ പാടില്ലാത്ത പ്രകാശമാണ് ദൈവം. അഗ്നിനാവുകൾ കൊണ്ടുപോലും വർണ്ണിക്കുവാൻ പാടില്ലാത്ത വലിയ ഉഗ്രപ്രകാശവും ശോഭയുമാണ് ദൈവം. ആ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാലേ ഒരെണ്ണം ജീവിച്ചിരിക്കില്ല. മനുഷ്യാവതാരം എടുത്തപ്പോൾ ദൈവത്വം അവൻ്റെ ശരീരത്തിൽ മറച്ചു വെച്ചാണ് അവൻ വന്നത്. അല്ലെങ്കിൽ ഇവിടെ വല്ലവരും ഉണ്ടാവും. അപ്പോൾ അത് യഹോവയുടെ കാൽപാദമാണ്, പക്ഷെ അത് ദൈവദൂതൻ്റെ കാൽപാദമായിട്ട് കണക്കാക്കണം. അത് പുത്രൻ്റെ അല്ല. അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം അവർ പറയുന്നത്, ഇപ്പോൾ പിതാവിൻ്റെ പുത്രൻ്റെ കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുന്നത് യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നാണ് അവർ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. ദൈവാത്മാവാണ്, സമ്മതിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർക്കും വർണ്ണിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രകാശമേറിയ ആത്മാവാണ് ദൈവം. ആരും കണ്ടിട്ടില്ല, ആർക്കും അടുത്തെല്ലാം പോലും സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ്. യോഹന്നാൻ 15:26 അത് പറയുന്നുണ്ട്. കർത്താവ് എന്ന് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ്. പിതാവിൻ്റെ ആത്മാവ് അല്ലത്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ്. അത് പിതാവിൻ്റെ ആത്മാവാണെന്ന് വ്യാഖ്യാനിച്ചാൽ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് തരും. അപ്പം പിതാവും പുത്രനും മാത്രമേ ഉള്ളൂ തൃത്വത്തിൽ. പരിശുദ്ധാത്മാവ് എന്ന ആ വ്യക്തിത്വം അല്ലെങ്കിൽ ആളത്വം അവിടെ ഇല്ലാണ്ടാവാണ്. അത് വലിയൊരു ദുരുപദേശത്തിൽ ചെന്ന് കയറും നമ്മൾ. ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവാത്മാവെന്ന് പറയുന്നത്. കാര്യം ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവല്ല, ദൈവാത്മാവാണ്. ആ ആത്മാവല്ല, അത് പിതാവാണ്. അപ്പോൾ ആ സംശയം തീർന്നു. അല്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ ചെന്ന് ചേരും. മോഡലിസത്തേക്കാൾ വലിയ അബദ്ധത്തിൽ ചെന്ന് ചേരും. പിതാവും പുത്രനും മാത്രമേ തൃത്വത്തിലുള്ളൂ. തൃത്വത്തിൻ്റെ അടിത്തറ തന്നെ അത് ഇളക്കും. അപ്പം അങ്ങനെ മനസ്സിലാക്കാം. അപ്പം ഇത്രയും തിരുവചനങ്ങൾ അവർ വ്യാഖ്യാനിച്ചതിന് എൻ്റെ വ്യാഖ്യാനം ഇതാണ്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം എന്ന് പറഞ്ഞാൽ, എവിടെ തെറ്റെന്ന് പറഞ്ഞാൽ. അപ്പോൾ യഹോവ എന്ന നാമം പിതാവിന് മാത്രമുള്ളതാണ്. പുത്രൻ യഹോവയല്ല, പരിശുദ്ധ റൂഹ യഹോവയല്ല എന്ന് പറഞ്ഞാൽ പുത്രൻ ദൈവമല്ല, പരിശുദ്ധ റൂഹ ദൈവമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പിതാവിൻ്റെ നാമം യഹോവ, പുത്രൻ്റെ നാമം പുത്രനെന്നും പറയാം, യേശു ക്രിസ്തു എന്ന് പറയാം, മനുഷ്യാവതാരം ചെയ്തപ്പോഴാണ്. പരിശുദ്ധ റൂഹായുടെ നാമം പരിശുദ്ധ റൂഹ എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവല്ല, ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന ആത്മാവാണ്. ഇപ്പോൾ സംശയങ്ങൾ തീരും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.